ഇതിങ്ങനെ ഓരോ ദിവസവും വാർത്ത വരില്ല. ശബരിമല ശബരിമല ശബരിമല, സ്വർണ്ണപ്പാളി, ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതാരാ കണ്ടുപിടിച്ചത്? ഇവരാരും കണ്ടുപിടിച്ചത്? ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന ചാനലാണോ ഇത് കണ്ടുപിടിച്ചത്? നിങ്ങളല്ലേ? നിങ്ങളാണത് കണ്ടുപിടിച്ചത്. നിങ്ങളാണ് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തത്. നിങ്ങളാണ് ജയിലിലടച്ചത്. എല്ലാ കാര്യങ്ങളും ചെയ്തത് പോലീസ് തന്നെയാണ്. എക്സ്റ്റേണൽ ഏജൻസി അല്ല, കേരളത്തിലെ പോലീസ് തന്നെയാണ്. അപ്പൊ അതിപ്പോ ചിലരിതാ പല വാർത്തയും നടക്കുന്നത് പൊളിറ്റിക്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ അതും കണ്ടുപിടിച്ച നിങ്ങൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അത് കണ്ടുപിടിച്ച് അതിനകത്ത് ആരൊക്കെയാണ് ഗിൽറ്റി, ആരൊക്കെയാണ് കോൺസ്പിറേറ്റേഴ്സ്, അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും കേരളത്തിലെ പോലീസ് തന്നെയാണ്. അത് ആരും കാണുന്നില്ല. പകരം അതും ഇതാ പ്രതികൾ ഇറങ്ങിപ്പോകുന്ന പറയുന്നത്. കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൊടുക്കലാണ് നിയമത്തിന്റെ പണി. അല്ലാതെ അതിപ്പോ ജയിൽ, അത് റൂൾ ഉണ്ടല്ലോ, ബെയിലീസ് റൂൾ ആൻഡ് ജയിലീസ് എക്സെപ്ഷൻ. അതാണ് നിയമത്തിന്റെ രീതികളുണ്ടല്ലോ. പക്ഷെ അതിനകത്ത് ശബരിമല ആസ്ഥാനത്ത് നിന്ന് സ്വർണം കളവ് പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കട്ടവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ദൈവത്തിൻ്റെതാണ് സ്വത്ത്. ദൈവത്തിന്റെ സ്വത്ത് കക്കുന്നവൻ ഒരു കാരണവശാലും ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർ പൂർണ്ണമായും പിടിക്കപ്പെടണം, അവരെ പൂർണ്ണമായും തുറങ്കിലടക്കണം. അതിന് ഇച്ഛാശക്തിയോടെ നേതൃത്വം കൊടുക്കാൻ കേരള പോലീസിനും കേരള സർക്കാരിനും സാധിക്കുമെന്ന് ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാനിപ്പോ സഭയിൽ ഇതെല്ലാം കേൾക്കുന്ന ആളാണ്. എല്ലായിടത്തും ഇപ്പൊ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. രണ്ടു ഭാഗവും കേൾക്കുന്നുണ്ട്. ഗവൺമെന്റ് പക്ഷവും കേൾക്കുന്നുണ്ട്, പ്രതിപക്ഷത്തിന്റെ പക്ഷവും കേൾക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു അൺബയസ്ഡ് ആയി അല്ലെങ്കിൽ ഒരു ജൂറി ജഡ്ജിനെ പോലെ ഇത് കേൾക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. പൂർണ്ണമായും എല്ലാ ആളുകളും തുറങ്കലടക്കപ്പെടും, എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും. ശിക്ഷ എന്ന ഷൂട്ട് സൈറ്റില്ലല്ലോ. നമ്മൾ നിയമത്തിന്റെ ഇപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഇപ്പൊ ചാനലുകൾ പറയുന്നവരെ പിടിച്ചാൽ അപ്പം തന്നെ വെടിവെച്ചോ, പറ്റില്ല. അതിന് നിയമപരമായ കുറെ പ്രൊസീഡിങ്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയവും വേണ്ട, ശബരിമലയിലെ സ്വർണം കട്ടവൻ ശിക്ഷിക്കപ്പെടും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അതാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. പിന്നെ ശബരിമല 54 ലക്ഷം ഡിവോട്ടികൾ 2026 മാത്രം വന്നപ്പോ ഒരു തരത്തിലുള്ള പാനിക് ആവാതെ, ഒരു തരത്തിലുള്ള സ്റ്റാമ്പീഡ് ഇല്ലാതെ, അതിനെയും ഫലപ്രദമായി വിശ്വാസികൾക്ക് അവിടെ ആരാധനാമൂർത്തിയെ കണ്ട് തിരിച്ചു പോകാൻ പാകത്തക്കതിൽ അവസരമൊരുക്കിയത് നിങ്ങൾ തന്നെയാണ്. ഒരു സംശയം വേണ്ട. അത് കേരളത്തിലെ പോലീസ് സേനക്ക് ബിഗ് സല്യൂട്ട് ലഭിച്ചൊരു സംവിധാനമാണ്. നിങ്ങൾ മറ്റൊരു സംസ്ഥാനത്താണെങ്കിലോ എന്തായിരിക്കും ഗതി? അതും കാണേണ്ടത് അത് പോലീസിന്റെ റോൾ തന്നെയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.